അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി പ്രകാശിന്റെ കുടുംബത്തെ വീട്ടിലെത്തിക്കണ്ട് AP അനിൽകുമാർ. അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് ആ കുടുംബം അതേപോലെ തന്നെ പ്രകാശ് എന്താണ് ഉയർത്തിപ്പിടിച്ചത് അത് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം AP അനിൽകുമാർ MLA പ്രതികരണത്തിലേക്ക് വരാം. അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി പ്രകാശിന്റെ കുടുംബത്തെ വോട്ടെടുപ്പിന് ശേഷം വീട്ടിലെത്തി കണ്ടിരിക്കുകയാണ് AP അനിൽകുമാർ. അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമിട്ട് കുടുംബം ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കറുത്ത വസ്ത്രമണിഞ്ഞാണ് വി പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. നേരത്തെ തന്നെ കോൺഗ്രസിനൊപ്പമാണ് എന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. വി പ്രകാശിന്റെ മകളിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന സാഹചര്യമൊക്കെ നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴുമൊക്കെ പാർട്ടിക്കൊപ്പമാണ്, കോൺഗ്രസിനൊപ്പമാണെന്നും മരിക്കുന്നതുവരെ കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളതായിരുന്നു വി പ്രകാശിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. ഇപ്പോൾ വോട്ടെടുപ്പൊക്കെ പൂർത്തിയായതിനു ശേഷം AP അനിൽകുമാർ നേരിട്ടെത്തി വീട്ടിലേക്കെത്തി കുടുംബാംഗങ്ങളെ കാണുകയാണ്. സുഹൈൽ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുഹൈൽ, AP അനിൽകുമാർ നേരിട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. മുമ്പുള്ള വിവാദങ്ങളൊക്കെ അവിടെയുണ്ട്. അതിനിടയിൽ ഇന്നവർ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് വോട്ട് രേഖപ്പെടുത്താനെത്തി. കോൺഗ്രസിനൊപ്പം എന്ന് തന്നെയായിരുന്നു പ്രതികരണം. വിവരങ്ങൾ എന്താണ്? ഈ സന്ദർശനത്തിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്താണ് സുഹൈൽ? റിജിത്ത്, സന്ദർശനം സ്വാഭാവികമാണെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റുമായ AP അനിൽകുമാർ ഇപ്പം നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ നമുക്ക് ഈ ഇന്നത്തെ ഒരു ദിവസത്തെ മൊത്തം വിശകലനം ചെയ്യുകയാണെങ്കിൽ തുടക്കം തൊട്ട് അതായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ വി പ്രകാശിന്റെ കുടുംബവും ആര്യൻ ഷൗക്കത്തുമായ ഒരു വൈര്യം എന്ന രീതിയിൽ പ്രചരണം നടന്നു. ഇന്ന് കുടുംബം വോട്ടെടുപ്പിന് എത്തിയത് 4 മണിക്കാണ്. അതിന് മുന്നോടി തന്നെ ഇവർ വോട്ടെടുപ്പിന് എത്തില്ല എന്ന രീതിയിൽ വലിയ രീതിയിൽ ഒരു വിവാദം ഈ മണ്ഡലത്തിലാകെ നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ ഒടുക്കം 4 മണിയോട് കൂടിയാണ് കുടുംബം വോട്ടെടുപ്പിന് ഇവിടെ എത്തിയത്. അപ്പോൾ ഏറെ വൈകി എത്തിയപ്പോഴൊക്കെ വലിയ ഒരു ഭിന്നത കോൺഗ്രസിനുള്ള രീതിയിൽ പ്രതീതിയൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഈ പ്രതീതിയും അത്തരത്തിൽ വരുന്ന അഭ്യൂഹങ്ങളും ഒക്കെ വിരാമപ്പെട്ടുകൊണ്ട് കുടുംബം വോട്ടെടുപ്പിന് എത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവർ വോട്ടെടുപ്പിന് എത്തിയിരുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖം അല്പം വികൃതമായിരുന്നു. ആര്യൻ ഷൗക്കത്ത് ഈ വീട് സന്ദർശിക്കാത്ത വലിയ വിവാദം ഈ മണ്ഡലത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ സ്ഥാനാർത്ഥി എപ്പോഴും ഒഴിഞ്ഞു മാറുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ഒടുക്കം കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാൻ, അല്ലെങ്കിൽ മുഖം രക്ഷിച്ചു എന്ന് വേണം നമുക്ക് സംശയം പറയാൻ. അങ്ങനെ മുഖം രക്ഷിച്ചുകൊണ്ട് ഈ കുടുംബം, പ്രകാശിന്റെ ഭാര്യയും മകളും ഈ എടക്കര പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഏകദേശം 4 മണിയോട് കൂടിയാണ്. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ വലിയ വിവാദം CPM ഉണ്ടാക്കിയിരുന്നു. ആ കുടുംബം പോലും ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നില്ല. അത് സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. സ്ഥാനാർത്ഥി അത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്ത ആളെന്ന രീതിയിലടക്കം പ്രചരണങ്ങൾ CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ 4 മണിയോട് കുടുംബം വോട്ട് രേഖപ്പെടുത്തി. അത് സത്യത്തിൽ കോൺഗ്രസിന് വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു അതിലൂടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരു വിഭാഗീയത ഉണ്ടെന്നും ഭിന്നതയുണ്ടെന്നും അടക്കമുള്ള പ്രചരണം CPM നടത്തുമായിരുന്നു. അത്തരത്തിൽ ആ പ്രചരണങ്ങൾക്ക് കോൺഗ്രസിനെ പാർട്ടി വിട്ടുകൊടുക്കാതെ കുടുംബം കൃത്യസമയത്ത് ഏകദേശം 6 മണിക്ക് മുമ്പ് 4 മണിയോട് വോട്ട് രേഖപ്പെടുത്തി. വി പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്താൻ എത്തില്ല എന്ന തരത്തിലുള്ള ചില പ്രചാരണമൊക്കെ നടന്നിരുന്നു. ചില അഭ്യൂഹങ്ങളൊക്കെ മണ്ഡലത്തിൽ പ്രചരിച്ചിരുന്നു വോട്ടെടുപ്പിന്റെ ദിവസം തന്നെ. പക്ഷേ 4 മണിയോടുകൂടി പോളിംഗ് ബൂത്തിലെത്തി വി പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോഴതിനുശേഷം AP അനിൽകുമാർ MLA വി പ്രകാശിന്റെ വീട്ടിലേക്ക് എത്തി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. എന്നും വി പ്രകാശിന്റെ കുടുംബം കോൺഗ്രസിനൊപ്പം ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം.